ഡേ 7 10ാം ക്ലാസ്സിലെ സോഷ്യൽ സയൻസിലെ ഭാഗം 1 ആദ്യത്തെ ചാപ്റ്ററാണ് ലോകത്തെ സ്വാധീനിച്ച വിപ്ലവങ്ങൾ. ഇതിൽ കുമാരനാശാൻ്റെ ഒരു സ്മാരകമാണ് കൊടുത്തിരിക്കുന്നത്. കായിക്കര സ്ഥിതി ചെയ്യുന്ന സ്മാരകമാണ്. അതിലെഴുതിയിട്ടുണ്ട്, സ്വാതന്ത്ര്യം തന്നെ അമൃതം, സ്വാതന്ത്ര്യം തന്നെ ജീവിതം, പാരതന്ത്ര്യം മാനികൾക്ക് മൃതിയേക്കാൾ ഭയാനകം. ഇപ്പോൾ ഈ അടുത്ത് കണ്ട എക്സാമുകളിൽ പലയിടത്തും ഇതുപോലെ ഈ ആദ്യ ഭാഗത്ത് കൊടുത്തിരിക്കുന്ന ഇൻട്രൊഡക്ഷൻ ഭാഗത്ത് ഏതെങ്കിലും ഒരു ഇതുപോലെയുള്ള രചയിതാവിനെ കുറിച്ചോ അദ്ദേഹത്തിൻ്റെ കവിതാ ശകലങ്ങളോ അല്ലെങ്കിൽ ആരെങ്കിലും പറഞ്ഞ വാക്കുകളോ കൊടുത്തിട്ട് ആരാണ് പറഞ്ഞതെന്ന് ചോദിക്കുന്ന ഒരു പതിവ് SCRT കണ്ടുവരുന്നുണ്ട്. അപ്പം നമ്മൾ അതുകൊണ്ടാണ് ഇവിടെ ഇത് പറഞ്ഞത്. അപ്പോൾ ഈ കവിത എന്ന് പറയുന്നത് കുമാരനാശാൻ്റെ ഒരു ഉദ്ബോധനം എന്ന കവിതയിൽ നിന്ന് എടുത്തിട്ടുള്ളതാണ്. മനുഷ്യജീവിതത്തിൽ സ്വാതന്ത്ര്യത്തിന് എത്രമാത്രം പ്രാധാന്യമുണ്ടെന്ന് ഈ വരികൾ നമ്മളെ ഓരോരുത്തരെയും ഓർമ്മപ്പെടുത്തുകയാണ്. എല്ലായിടത്തും എല്ലാവർക്കും സ്വാതന്ത്ര്യം ലഭിച്ചിട്ടുണ്ടോ എന്ന് ആലോചിച്ച് നോക്കും. നമ്മുടെ നാട്ടിൽ തന്നെ സാധാരണക്കാർക്ക് ഇന്നും എല്ലാവരെ പോലും സ്വാതന്ത്ര്യമുള്ള എല്ലാവർക്കും ഒരുപോലെ സ്വാതന്ത്ര്യമുണ്ടോ? സ്വാതന്ത്ര്യം നിഷേധിക്കപ്പെട്ട ജനതയ്ക്ക് അത് നേടിയെടുക്കാൻ സമരമാർഗങ്ങൾ പല സമയത്തും സ്വീകരിക്കേണ്ടി വന്നിട്ടുണ്ട്. ചിലർ സഹന സമരത്തിൻ്റെ മാർഗം തിരഞ്ഞെടുത്തപ്പോൾ മറ്റു ചിലരെന്ത് ചെയ്തു? സായുധ സമരത്തിൻ്റെ പാതയാണ് സ്വീകരിച്ചത്. സ്വാതന്ത്ര്യവും അവകാശങ്ങളും നിഷേധിക്കുന്ന അല്ലെങ്കിൽ നിലനിന്നിരുന്ന വ്യവസ്ഥിതിയെ മാറ്റി പുതിയ ഒന്നിനെ സ്ഥാപിക്കാനാണ് ഓരോ സമരങ്ങളും ശ്രമിച്ചത്. അതുകൊണ്ട് തന്നെ അവ വിപ്ലവങ്ങൾ എന്നറിയപ്പെട്ടു. അപ്പോൾ നമ്മുടെ നാട്ടിലും പല അനാചാരങ്ങൾ നീക്കുന്നതിനും പല കാര്യങ്ങളും എടുത്തു മാറ്റുന്നതിനും പുതിയത് കൊണ്ടുവരുന്നതിനും ഒക്കെ വേണ്ടി നമുക്ക് സമരങ്ങൾ വേണ്ടി വന്നിട്ടുണ്ട്. അപ്പോൾ ആ സമരങ്ങളാണ് വിപ്ലവങ്ങൾ എന്നറിയപ്പെട്ട. ആദ്യകാല വിപ്ലവങ്ങൾക്ക് പ്രേരകമായ പ്രധാന ഘടകം നവോത്ഥാനമാണ്. അപ്പോൾ നവോത്ഥാനം പല മനുഷ്യൻ്റെ ചിന്തയിലും കാഴ്ചപ്പാടിലും ജീവിത ശൈലിയിലും ഒക്കെ മാറ്റങ്ങളുണ്ടാക്കി. മാനവികത, ശാസ്ത്രബോധം ഇവയൊക്കെ വളർത്താൻ സഹായിച്ചു. യുക്തിരഹിതമായ വിശ്വാസങ്ങളും സമ്പ്രദായങ്ങളെയും ചോദ്യം ചെയ്യാൻ നവോത്ഥാനത്തിൻ്റെ ഫലമായി രൂപം കൊണ്ട ഈ പുതിയ കാഴ്ചപ്പാടുകൾ മനുഷ്യനെ പ്രേരിപ്പിച്ചു. നവോത്ഥാനത്തിൻ്റെ ഫലമായി ശാസ്ത്രരംഗത്തുണ്ടായ പുരോഗതി 18ാം നൂറ്റാണ്ടിൽ യൂറോപ്പിൽ ജ്ഞാനോദയത്തിന് രൂപം നൽകി. സ്വാതന്ത്ര്യം, ജനാധിപത്യം, സമത്വം, ദേശീയത തുടങ്ങിയ ആശയങ്ങൾ ജ്ഞാനോദയ ചിന്തകർ പ്രചരിപ്പിച്ചു. അന്ന് നിലവിലുണ്ടായിരുന്ന ഏകാധിപത്യ വ്യവസ്ഥകളെ എതിർക്കാൻ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലുള്ള ജനങ്ങൾക്ക് ഇത് പ്രചോദനം നൽകി. ഈ എതിർപ്പുകൾ പല നാടുകളിലും ജനകീയ വിപ്ലവമായി വികസിച്ചു. അത്തരം ചില വിപ്ലവങ്ങളെക്കുറിച്ചാണ് നമ്മളിവിടെ പറയുന്നത്. അപ്പോൾ ഇക്കാലത്ത് ഇപ്പം കണ്ടുവരുന്ന ഏറ്റവും വലിയ ഇതാണ് ലോകവിപ്ലവങ്ങളെക്കുറിച്ച് ഒരുപാട് ചോദ്യങ്ങൾ വരുന്നുണ്ട്. ഈ ഒരു ചാപ്റ്ററിൽ ഏകദേശം അതിൻ്റെ എല്ലാ കാര്യങ്ങളും പറയുന്നുണ്ട്. നമ്മളൊരു റാങ്ക് ഫയൽ പഠിക്കുന്നതിനേക്കാൾ കൂടുതൽ നമുക്ക് SCRT ടെക്സ്റ്റ് വായിച്ചാൽ കിട്ടുന്നുണ്ട്. കാരണം അവരതിൽ മിക്കവാറും എല്ലാ കാര്യങ്ങളും ഉൾപ്പെടുത്തിയാണ് പോകുന്നത്. അപ്പോൾ ഇപ്പോൾ PSCക്ക് ഒരു ഇഷ്ടമാണ് SCRT ചോദിക്കുക എന്നുള്ള, അല്ലേ? ശ്രദ്ധിച്ചിട്ടില്ലേ അത്? അവിടെ ഒരു ഷോർട്ട് നോട്ടുണ്ട്, ജ്ഞാനോദയം. യൂറോപ്പിൽ ശാസ്ത്രരംഗത്തുണ്ടായ കണ്ടുപിടുത്തങ്ങളാണ് ജ്ഞാനോദയം എന്ന ബൗദ്ധികവും സാംസ്കാരികവുമായ പ്രസ്ഥാനത്തിന് രൂപം നൽകി. അപ്പോൾ എവിടെയാണ്? യൂറോപ്പിലെ ശാസ്ത്രരംഗത്തുണ്ടായ കണ്ടുപിടുത്തമാണ്. യുക്തിചിന്തയ്ക്ക് പ്രാധാന്യം നൽകിയ ജ്ഞാനോദയ ചിന്തകർ സമൂഹം നിരന്തരം പുരോഗതിയിലേക്ക് വളരുകയാണെന്ന് അഭിപ്രായപ്പെട്ടു. നമുക്ക് ഓരോ വിപ്ലവങ്ങൾ നോക്കാം. ആദ്യം അമേരിക്കൻ സ്വാതന്ത്ര്യ സമരം. അമേരിക്കൻ സ്വാതന്ത്ര്യ സമരത്തിൽ ഉയർന്നു വന്ന ഒരു പ്രധാന വാക്യമാണ് പ്രാതിനിധ്യമില്ലാതെ നികുതിയില്ല. മറന്നുപോകരുത്, പ്രാതിനിധ്യമില്ലാതെ നികുതിയില്ല എന്ന വാചകം അമേരിക്കൻ സ്വാതന്ത്ര്യ സമരകാലത്ത് കേട്ടതാണ്. പിന്നെ 18ാം നൂറ്റാണ്ടിൻ്റെ 2ാം പകുതിയിൽ വടക്കേ അമേരിക്കയുടെ വിവിധ ഭാഗങ്ങൾ മുഴങ്ങിക്കേട്ട മുദ്രാവാക്യമായിരുന്നു ഇത്. ജെയിംസ് ഓട്ടിസ് രൂപം നൽകി. ഈ മുദ്രാവാക്യത്തിൽ ജനങ്ങൾ ആവശ്യപ്പെട്ടത് ഭരണ പങ്കാളിത്തം, പിന്നെ അമേരിക്കൻ ജനതയുടെ സ്വാതന്ത്ര്യം, ഇതൊക്കെയായിരുന്നു. ശക്തമായൊരു പ്രക്ഷോഭത്തിൻ്റെ ഭാഗമായാണ് അമേരിക്കൻ ജനത ഈ മുദ്രാവാക്യം ഉയർത്തിയത്. അതിനുണ്ടായ സാഹചര്യം എന്താണെന്ന് വെച്ചാൽ 16ാം നൂറ്റാണ്ടിൻ്റെ ആരംഭം മുതൽ യൂറോപ്പിൽ വടക്കേ അമേരിക്കയിലേക്ക് ജനങ്ങൾ കുടിയേറാൻ തുടങ്ങി. വിഭവങ്ങൾ കൈയടക്കുക എന്നായിരുന്നു കുടിയേറ്റത്തിൻ്റെ പ്രധാന ലക്ഷ്യം. 18ാം നൂറ്റാണ്ടോടെ ഇംഗ്ലണ്ട് വടക്കേ അമേരിക്കയുടെ കിഴക്കൻ തീരങ്ങൾ 13 കോളനികൾ സ്ഥാപിച്ചു. ഇവിടെ ഒരു ഭൂപടമുണ്ട്, ഇത് നോക്കുമ്പോൾ അറിയാൻ. കണ്ടോ? അമേരിക്കയിൽ സ്ഥാപിച്ച 13 കോളനികളാണിവ. ജോർജിയ, സൗത്ത് കരോലിന, നോർത്ത് കരോലിന, വെർജീനിയ, മേരിലാൻഡ്, ദയാവയർ, പെൻസിൽവാനിയ, ന്യൂജേഴ്സി,
കണക്റ്റിക്കട്ട്, റോഡ് ഐലൻഡ്, മസാച്യുസെറ്റ്സ്, ന്യൂ ഹാംഷെയർ, പെൻസിൽവാനിയ പറഞ്ഞല്ലേ, ന്യൂയോർക്ക്. അപ്പം ഇത്രയാണ്. അടുത്തത് അമേരിക്കയിലെ കുടിയേറ്റം. 1942 സ്പാനിഷ് ഗവൺമെൻറ്റിൻ്റെ നാവികനായി വടക്കേ അമേരിക്കയിലെത്തിയ ക്രിസ്റ്റഫർ കൊളംബസ് തദ്ദേശീയരായ ജനങ്ങളെ ഇന്ത്യക്കാർ എന്ന് വിളിച്ചു. ഇന്ത്യയിലെ ജനങ്ങൾ എന്നു കരുതിയാണ് അവരെ ഇങ്ങനെ വിളിച്ചത്. പിൽക്കാലത്ത് അവർ റെഡ് ഇന്ത്യൻസ് എന്നറിയപ്പെട്ടു. ഇംഗ്ലണ്ടിലെ രാജാവിൻ്റെ മതപീഡനത്തെ തുടർന്ന് 17-ാം നൂറ്റാണ്ടിൽ മേഫ്ലർ എന്ന കപ്പലിൽ അമേരിക്കയിലെത്തിയ ഒരു വിഭാഗം ഇംഗ്ലീഷുകാരാണ് അവിടെ ആദ്യമായി കോളനികൾ സ്ഥാപിച്ചത്. ഇവർ തീർത്ഥാടക പിതാക്കൾ എന്നറിയപ്പെട്ടു. അപ്പോൾ തീർത്ഥാടക പിതാക്കൾ ഉണ്ടായിരുന്നത് അമേരിക്കൻ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ ടൈമിലാണ്. യൂറോപ്യൻ കുടിയേറ്റം വ്യാപകമായതോടെ റെഡ് ഇന്ത്യക്കാർ ഉൾപ്രദേശങ്ങളിലേക്ക് ആട്ടിയോടിക്കപ്പെട്ടു. അവരുടെ ഭൂമിയും ആട്ടിൻപറ്റവും യൂറോപ്യന്മാർ കവർന്നു. തങ്ങളുടെ വ്യവസായങ്ങൾക്ക് ആവശ്യമായ അസംസ്കൃത വസ്തുക്കൾ ശേഖരിക്കാനുള്ള കേന്ദ്രമായും ഉൽപ്പന്നങ്ങൾ വിറ്റഴിക്കാനുള്ള കമ്പോളമായും ഇംഗ്ലീഷുകാർ അമേരിക്കൻ കോളനികളെ കണക്കാക്കി. മാതൃരാജ്യമായ ഇംഗ്ലണ്ടിൻ്റെ സഹായത്താൽ കച്ചവടക്കാർ ഈ കോളനികളിൽ നടപ്പിലാക്കിയ വാണിജ്യ നയം മെർക്കന്റിലിസം എന്നറിയപ്പെട്ടു. മെർക്കന്റിലിസത്തിൻ്റെ ഭാഗമായി നിരവധി നിയമങ്ങൾ ഇംഗ്ലീഷുകാർ കോളനികളിൽ നടപ്പിലാക്കി. ആ നിയമങ്ങൾ ഏതൊക്കെയാണെന്ന് ഇവിടെ കോളത്തിൽ കൊടുത്തിട്ടുണ്ട്, നമുക്കത് നോക്കാം. മെർക്കന്റിലിസ്റ്റ് നിയമങ്ങൾ. കോളനികളിൽ നിന്നോ കോളനികളിലേക്ക് സാധനം കൊണ്ടുപോകുന്നത് ഇംഗ്ലീഷ് കപ്പലുകളിലോ കോളനികളിൽ നിർമ്മിച്ച കപ്പലുകളിലോ മാത്രമായിരിക്കണം. പുറത്തുനിന്നുള്ള കപ്പലുകൾ അവർ കയറ്റുന്നില്ല. കോളനികളിൽ ഉൽപ്പാദിപ്പിച്ചിരുന്ന പഞ്ചസാര, കമ്പിളി, പരുത്തി, പുകയില തുടങ്ങിയവ ഇംഗ്ലണ്ടിലേക്ക് മാത്രമേ കയറ്റി അയക്കാൻ പാടുള്ളൂ. കോളനികളിലെ നിയമപരമായ പ്രമാണങ്ങൾ, വർത്തമാനങ്ങൾ, ലഘുലേഖകൾ, ലൈസൻസുകൾ തുടങ്ങിയവയിലെല്ലാം ഇംഗ്ലണ്ടിന് മുദ്ര പതിപ്പിക്കണം. കോളനിയിൽ നിലനിർത്തിയിട്ടുള്ള ഇംഗ്ലീഷുകാരുടെ സൈന്യത്തിനുള്ള താമസ സ്ഥലവും അത്യാവശ്യ സൗകര്യങ്ങളും കോളനിക്കാർ നൽകണം. കോളനികളിലേക്ക് ഇറക്കുമതി ചെയ്യുന്ന തേയില, ഗ്ലാസ്, കടലാസ് എന്നിവയ്ക്ക് ഇറക്കുമതി ചുങ്കവും നൽകണം. അടുത്തത് ബോസ്റ്റൺ ടീ പാർട്ടി. നമ്മൾ ഒരു മുദ്രാവാക്യം പറഞ്ഞില്ലേ, പ്രാതിനിധ്യമില്ല, നികുതിയില്ല. അതുപോലെ ഓർത്തു വയ്ക്കേണ്ട ഒരു കാര്യമാണ് ബോസ്റ്റൺ ടീ പാർട്ടി. ഇതെല്ലാം അമേരിക്കൻ സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ടാണ്. ഇംഗ്ലീഷ് ഗവൺമെൻറ് തേയിലയുടെ മേൽ ഉയർന്ന നികുതി ചുമത്തിയതായി അമേരിക്കയിൽ ശക്തമായ പ്രതിഷേധം ഉയർന്നു. ഇതിൽ 1773 ഡിസംബർ 16 ആ ഡേറ്റ് ഓർത്തു വയ്ക്കുക. അത് ഓർത്ത് വെച്ചാൽ മതിയിട്ട്, അതിൽ കൃത്യമായിട്ട് ഇതിൽ വരയ്ക്കാൻ പറ്റുന്നില്ല. 1771 ഡിസംബർ 16 രാത്രിയിൽ റെഡ് ഇന്ത്യക്കാരുടെ വേഷം ധരിച്ചെത്തിയ ബോസ്റ്റണിലെ ഒരു വിഭാഗം ജനങ്ങൾ ബോസ്റ്റൺ തുറമുഖത്ത് നങ്കൂരമിട്ടിരുന്ന ഇംഗ്ലീഷ് കപ്പലിൽ കയറി അതിലുണ്ടായിരുന്ന 342 പെട്ടി തേയില കടലിലേക്ക് വലിച്ചെറിഞ്ഞു. ഇത് ബോസ്റ്റൺ ടീ പാർട്ടി എന്നറിയപ്പെട്ടു. അപ്പം ബോസ്റ്റൺ ടീ പാർട്ടി നടന്നത് 1773 ഡിസംബർ 16 ഇംഗ്ലീഷുകാരുടെ ചൂഷണ നിയമങ്ങൾക്കെതിരായി പോരാടാൻ ചില ചിന്തകരുടെ ആശയങ്ങൾ കോളനിക്കാർക്ക് പ്രചോദനം നൽകി. അപ്പം അങ്ങനെയുള്ള ആശയങ്ങളാണ് താഴെ കൊടുത്തിരിക്കുന്നത്. ജോൺ ലോക്ക് പറഞ്ഞു, മനുഷ്യന് ചില മൗലിക അവകാശങ്ങളുണ്ട്, അതിനെ ഹനിക്കാൻ ഒരു ഗവൺമെൻറ്റിനും അവകാശമില്ല. അത് കഴിഞ്ഞ് തോമസ് പെയിൻ എന്ന് പറഞ്ഞ ആൾ പറഞ്ഞു, ഏതെങ്കിലും വിദേശ ശക്തി, അതായത് ഇംഗ്ലണ്ടിന് ഈ വൻകര വടക്കേ അമേരിക്ക ദീർഘകാലം കീഴടക്കി കഴിയണമെന്നത് യുക്തിക്ക് നിരക്കുന്നതല്ല. അടുത്തത് വൻകര ഒന്നാകെ സമ്മേളിക്കുന്നു. മാതൃരാജ്യമായ ഇംഗ്ലണ്ടിൻ്റെ നയങ്ങൾക്കും നിയമങ്ങൾക്കും എതിരെ പ്രതികരിക്കാനായി ജോർജിയ ഒഴികെയുള്ള കോളനികളുടെ പ്രതിനിധികൾ 1774 ഫിലാഡൽഫിയയിൽ സമ്മേളിച്ചു. ഇത് ഒന്നാം കോണ്ടിനെൻ്റൽ കോൺഗ്രസ് എന്നറിയപ്പെട്ടു. അപ്പോൾ മാതൃരാജ്യമായ ഇംഗ്ലണ്ടിൻ്റെ നയങ്ങൾക്കും നിയമങ്ങൾക്കും എതിരെ പ്രതികരിക്കാൻ ജോർജിയ ഒഴികെയുള്ള കോളനികളുടെ പ്രതിനിധികൾ 1773 ഡിസംബർ 16 ബോസ്റ്റൺ ടീ പാർട്ടി. അത് കഴിഞ്ഞ് 1774 അവർ ഫിലാഡൽഫിയയിൽ സമ്മേളിച്ചു. ജോർജിയ അതിലില്ലായിരുന്നു. അപ്പോൾ ഇതിനെ അറിയപ്പെടുന്നത് ഒന്നാം കോണ്ടിനെൻ്റൽ കോൺഗ്രസ് എന്നാണ്. തുടർന്ന് വ്യവസായങ്ങൾക്കും
സ്വത്തിനും ഏർപ്പെടുത്തിയിട്ടുള്ള നിയന്ത്രണങ്ങൾ നീക്കണമെന്നും തങ്ങളുടെ അംഗീകാരമില്ലാതെ നികുതി ചുമത്തരുതെന്നും ആവശ്യപ്പെട്ട് കോളനി ജനത ഇംഗ്ലണ്ടിലെ രാജാവിന് നിവേദനം നൽകി. എന്നാൽ രാജാവ് ജനങ്ങളെ അടിച്ചമർത്താനായി സൈന്യത്തെ അയച്ചു. ഇത് ഇംഗ്ലണ്ടും കോളനികളും തമ്മിലുള്ള യുദ്ധത്തിന് വഴിതെളിച്ചു. 1775 ഫിലാഡൽഫിയയിൽ ചേർന്ന രണ്ടാം കോണ്ടിനെൻ്റൽ കോൺഗ്രസ് ജോർജ് വാഷിങ്ടണിനെ കോണ്ടിനെൻ്റൽ സൈന്യത്തിൻ്റെ തലവനായി തിരഞ്ഞെടുത്തു. അപ്പോൾ 1773 ഡിസംബർ 16-ന് ബോസ്റ്റൺ ടീ പാർട്ടി, 1774 ഒന്നാം കോണ്ടിനെൻ്റൽ സമരം ഇവിടെ വെച്ച് ഫിലാഡൽഫിയയിൽ ഒഴിവായി നിന്ന രാജ്യം ജോർജിയ. രണ്ടാം കോണ്ടിനെൻ്റൽ സമ്മേളനം 1775 ഫിലാഡൽഫിയയിൽ വെച്ചേന്. അവിടെ വെച്ചിട്ട് സൈന്യത്തലവനായി നിയമിച്ചത് ജോർജ് വാഷിങ്ടണിനെ. ഈ സമയം തോമസ് പെയിൻ തൻ്റെ കോമൺ സെൻസ് എന്ന ലഘുലേഖയിലൂടെ ഇംഗ്ലണ്ടിൽ നിന്ന് വേർപിരിയുകയാണ് അമേരിക്കക്കാരെ സംബന്ധിച്ച് വിവേകപൂർവമായ പ്രവൃത്തിയെന്ന് പ്രഖ്യാപിച്ചു. അപ്പോൾ അതിൽ കോമൺ സെൻസ് എന്ന് പറയുന്ന ലഘുലേഖയിലാണ് പറഞ്ഞത് അമേരിക്കക്കാരെ സംബന്ധിച്ച് വിവേകപൂർവമായ പ്രവൃത്തി ഇംഗ്ലണ്ടിൽ നിന്ന് വേർപിരിയുകയാണ്. അത് കഴിഞ്ഞ് 1776 ജൂലൈ 4-ന് അമേരിക്കൻ കോണ്ടിനെൻ്റൽ കോൺഗ്രസ് ലോകപ്രശസ്തമായ സ്വാതന്ത്ര്യ പ്രഖ്യാപനം നടത്തി. ഇപ്പോൾ അവരുടെ സ്വാതന്ത്ര്യ പ്രഖ്യാപനം എന്ന് പറയുന്നത് 1776 ജൂലൈ 4-നാണ്. 1776 ജൂലൈ 4. ഇതിൻ്റെ വലതുവശത്ത് ആ ഒരു ചെറിയ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് അമേരിക്കൻ സ്വാതന്ത്ര്യ പ്രഖ്യാപനം. മലയാളത്തിൽ അത് തർജ്ജമ ചെയ്തിട്ടുണ്ട്. എല്ലാ മനുഷ്യരും തുല്യരായി സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നു. അവരുടെ സൃഷ്ടാവ് എല്ലാവർക്കും ഒഴിവാക്കാനാകാത്ത ചില അവകാശങ്ങൾ നൽകിയിട്ട് ജീവിതം, സ്വാതന്ത്ര്യം, ജീവിത സൗഖ്യം എന്നിവയ്ക്കുള്ള അവകാശങ്ങൾ അവയിൽ ഉൾപ്പെടുന്നവൻ. ഈ അവകാശങ്ങൾ നേടിയെടുക്കാൻ ഭരിക്കപ്പെടുന്നവരുടെ അംഗീകാരം ലഭിച്ച ഭരണകൂടങ്ങൾ രൂപീകരിക്കപ്പെടണം. ഏതെങ്കിലും ഭരണം ഈ ലക്ഷ്യങ്ങളെ നശിപ്പിക്കുന്ന തരത്തിലാണെങ്കിൽ അതിനെ മാറ്റുകയോ ഇല്ലാതാക്കുകയോ ചെയ്യുവാനുള്ള അവകാശം ജനങ്ങൾക്കുണ്ട്. തോമസ് ജെഫേഴ്സൺ, ബെഞ്ചമിൻ ഫ്രാങ്ക്ലിൻ എന്നിവർ തയ്യാറാക്കിയ സ്വാതന്ത്ര്യ പ്രഖ്യാപനത്തിൻ്റെ ഒരു ഭാഗമാണ് നൽകിയിട്ടുള്ളത്. അപ്പോൾ ഈ സ്വാതന്ത്ര്യ പ്രഖ്യാപനം തയ്യാറാക്കിയത് ബെഞ്ചമിൻ ഫ്രാങ്ക്ലിനും തോമസ് ജെഫേഴ്സണുമാണ്. 1776 ജൂലൈ 4-നാണ് അമേരിക്കൻ കോണ്ടിനെൻ്റൽ സ്വാതന്ത്ര്യ പ്രഖ്യാപനം. തയ്യാറാക്കിയത് തോമസ് ജെഫേഴ്സണും ബെഞ്ചമിൻ ഫ്രാങ്ക്ലിനുമാണ്. മനുഷ്യൻ്റെ സ്വാതന്ത്ര്യത്തെയും അവകാശങ്ങളെയും സംബന്ധിച്ച എല്ലാ കാര്യങ്ങളും ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. അതിൽ ചിലതാണ് എല്ലാ മനുഷ്യരും തുല്യരാണ്, എല്ലാവർക്കും ചില അവകാശങ്ങളുണ്ട്, അതൊക്കെ അതിൽ ഉൾപ്പെട്ടതായിരുന്നു. സ്വാതന്ത്ര്യ പ്രഖ്യാപനത്തോടെ ഇംഗ്ലണ്ടും അമേരിക്കൻ കോളനികളും തമ്മിൽ ആരംഭിച്ച യുദ്ധം 1781 അവസാനിച്ചു. പക്ഷേ അപ്പോൾ 76 സ്വാതന്ത്ര്യം കിട്ടി, 76 ജൂലൈ 4-ന് സ്വാതന്ത്ര്യം കിട്ടിയെങ്കിലും അവർ തമ്മിലുള്ള യുദ്ധം അവസാനിച്ച് 1781. 1783 പാരീസ് ഉടമ്പടി പ്രകാരം ഇംഗ്ലണ്ട് 13 കോളനികളുടെ സ്വാതന്ത്ര്യം കൂടി അംഗീകരിച്ചു. അപ്പോൾ 1781 യുദ്ധമൊക്കെ അവസാനിച്ചു, ഇംഗ്ലണ്ടും അമേരിക്കയും തമ്മിലുള്ള. അത് കഴിഞ്ഞ് 1783 പാരീസ് ഉടമ്പടി ഉണ്ടാക്കി. അപ്പോൾ ആ പാരീസ് ഉടമ്പടി 1783. അപ്പോൾ അത് പ്രകാരം ഇംഗ്ലണ്ട് എന്ത് ചെയ്തു? 13 കോളനികളുടെ സ്വാതന്ത്ര്യം കൂടെ അമേരിക്കയ്ക്ക് കൊടുത്തു. തുടർന്ന് ഫിലാഡൽഫിയയിൽ ചേർന്ന ഭരണഘടനാ സമ്മേളനം ജെയിംസ് മാഡിസന്റെ നേതൃത്വത്തിൽ അമേരിക്കയ്ക്കായി ഭരണഘടന തയ്യാറാക്കി. അപ്പോൾ അമേരിക്കയ്ക്കായി ഭരണഘടന തയ്യാറാക്കിയത് ആരുടെ നേതൃത്വം? ജെയിംസ് മാഡിസന്റെ നേതൃത്വത്തിലാണ്. ജെയിംസ് മാഡിസന്റെ നേതൃത്വത്തിൽ അമേരിക്കൻ ഭരണഘടന തയ്യാറാക്കി. പുതിയ ഭരണഘടന രൂപീകരിക്കപ്പെട്ട പ്രകാരം അമേരിക്കൻ ഐക്യനാടുകളുടെ ആദ്യ പ്രസിഡന്റായി ജോർജ് വാഷിങ്ടൺ തിരഞ്ഞെടുക്കപ്പെട്ടു. അപ്പോൾ അമേരിക്കയുടെ ആദ്യ പ്രസിഡന്റ് ജോർജ് വാഷിങ്ടണാണ്. അപ്പോൾ ഇതുവരെ പഠിച്ചതിൽ കുറച്ച് വർഷങ്ങളൊക്കെ ഉണ്ട്, നമുക്ക് ഒന്നുകൂടെ നോക്കിപ്പോവാം. അപ്പോൾ അമേരിക്ക സ്വാതന്ത്ര്യ സമരത്തിൽ ഉയർന്നു വന്ന പ്രധാന ഒരു മുദ്രാവാക്യം എന്ന് പറയുന്നത് പ്രാതിനിധ്യമില്ലാതെ നികുതിയില്ല എന്നുള്ളതാണ്. പ്രാതിനിധ്യമില്ലാതെ നികുതിയില്ല. 16-ാം നൂറ്റാണ്ടിൻ്റെ ആരംഭം മുതലാണ് യൂറോപ്പിൽ നിന്ന് വടക്കേ അമേരിക്കയിലേക്ക് ജനങ്ങൾ കുടിയേറ്റം തുടങ്ങിയത്. അത് കഴിഞ്ഞ് ബോസ്റ്റൺ ടീ പാർട്ടി 1773 ഡിസംബർ 16-ന്. അത് കഴിഞ്ഞ് പിന്നെ വന്നത് 1774 കോണ്ടിനെൻ്റൽ കോൺഗ്രസ് ജോർജിയ ഒഴിവാക്കിയിട്ട് അവർ ഫിലാഡൽഫിയയിൽ കൂടി.
അത് കഴിഞ്ഞ് 1775 രണ്ടാം കോണ്ടിനെൻ്റൽ സമ്മേളനം ചേർന്നു. അതിൽ ജോർജ് വാഷിങ്ടനെ സൈന്യത്തിൻ്റെ തലവനായി തിരഞ്ഞെടുത്തു. കഴിഞ്ഞ് 1776 ജൂലൈ 4 അമേരിക്കൻ കോണ്ടിനെൻ്റൽ സ്വാതന്ത്ര്യ പ്രഖ്യാപനം നടത്തി. ബെഞ്ചമിൻ ഫ്രാങ്ക്ലിനും തോമസ് ജെഫേഴ്സണും കൂടി എഴുതി തയ്യാറാക്കിയതാണ് അമേരിക്കൻ സ്വാതന്ത്ര്യ പ്രഖ്യാപനം. അത് കഴിഞ്ഞ് 1781 ഇവർ തമ്മിലുള്ള യുദ്ധമൊക്കെ ഏകദേശം അവസാനിച്ചു. 1783 പാരീസ് ഉടമ്പടി വന്നതോടുകൂടി 13 കോളനികളുടെ നിയന്ത്രണം കൂടി ഇംഗ്ലണ്ട് വിട്ടുകൊടുത്തു. അത് കഴിഞ്ഞ് ജെയിംസ് മാഡിസന്റെ നേതൃത്വത്തിൽ എന്ത് ചെയ്തു? ഭരണഘടന രൂപീകരിച്ചു. അപ്പോൾ ഭരണഘടന രൂപീകരിച്ച് ഒരു രാജ്യത്തിനൊരു ഭരണഘടന വന്നു. അത് കഴിഞ്ഞ് ഭരണഘടന പ്രകാരം രൂപീകരിക്കപ്പെട്ട അമേരിക്കൻ ഐക്യനാടുകളുടെ ആദ്യ പ്രസിഡൻ്റായി മാറിയത് ആരാണെന്ന് അറിയുമ്പോൾ ജോർജ് വാഷിങ്ടനാണ്. അമേരിക്കയിൽ നിലനിന്നിരുന്ന വ്യവസ്ഥയെ മാറ്റിമറിക്കാൻ ഈ സ്വാതന്ത്ര്യ സമരത്തിന് കഴിഞ്ഞു. പിൽക്കാല ലോക ചരിത്രത്തിൽ ഇത് ശ്രദ്ധേയമായ സ്വാധീനം ചെലുത്തി. അവ എന്തൊക്കെയാണെന്ന് നോക്കാം. അമേരിക്കൻ സ്വാതന്ത്ര്യ സമരങ്ങൾക്കും വിപ്ലവങ്ങൾക്കും പ്രചോദനവും ലക്ഷ്യബോധവും നൽകി. റിപ്പബ്ലിക്കൻ ഭരണരീതി എന്ന ആശയം മുന്നോട്ട് വച്ചു. ആദ്യത്തെ എഴുതപ്പെട്ട ഭരണഘടന തയ്യാറാക്കി. സംസ്ഥാനങ്ങൾക്ക് സ്വാതന്ത്ര്യവും അധികാരവും നൽകുന്ന ഫെഡറൽ രാഷ്ട്രം എന്ന ആശയം നിലവിൽ വന്നു. അപ്പോൾ ആദ്യത്തെ എഴുതപ്പെട്ട ഭരണഘടനയാണ് അമേരിക്കൻ ഭരണഘടന. അടുത്തത് ഫ്രഞ്ച് വിപ്ലവം നോക്കാം. ഫ്രഞ്ച് വിപ്ലവത്തിനും കുറച്ച് പേരുടെ വാചകങ്ങൾ കൊടുത്തിട്ടുണ്ട്. എനിക്ക് ശേഷം പ്രളയം അങ്ങനെ പറഞ്ഞത് ലൂയി 15 നിങ്ങൾക്ക് റൊട്ടിയില്ലെങ്കിൽ എന്താ, കേക്ക് തിന്നൂടെ? മേരി അന്റോയിനറ്റ്. ഞാനാണ് രാഷ്ട്രം. രാജാവിൻ്റെ അധികാരങ്ങളെല്ലാം ദൈവം നൽകിയതാണ്. അതിനാൽ രാജാവിനെ ചോദ്യം ചെയ്യാൻ ദൈവത്തിന് മാത്രമേ അധികാരമുള്ളൂ. ഇങ്ങനെ പറഞ്ഞത് ലൂയി 14. ഇത് മാറിപ്പോകരുത് കേട്ടോ. ലൂയി 14 ഞാനാണ് രാഷ്ട്രം. രാജാവിൻ്റെ അധികാരങ്ങളെല്ലാം ദൈവം നൽകിയതാണ്. രാജാവിനെ ചോദ്യം ചെയ്യാൻ ദൈവത്തിന് മാത്രം അധികാരം. അത് ലൂയി 14. എനിക്ക് ശേഷം പ്രളയം എന്ന് പറഞ്ഞത് ലൂയി 15. ഇനി വേഴ്സായി കൊട്ടാരത്തിൻ്റെ ഒരു ഫോട്ടോയൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ടോപ്പിക്കിലേക്ക് പോകാം. 17-18 നൂറ്റാണ്ടുകളിൽ ഫ്രാൻസിൻ്റെ ഭരണം നിയന്ത്രിച്ചിരുന്നവരുടെ ചില പ്രസ്താവനകളാണ് മുകളിൽ കൊടുത്തിരിക്കുന്നത്. അധികാര കേന്ദ്രമായ വേഴ്സായി കൊട്ടാരത്തിൻ്റെ ചിത്രവും നൽകിയിട്ടുണ്ട്. ഏകാധിപത്യ ഭരണമാണ് നിലനിന്നിരുന്നത്. ഭരണാധികാരികൾ ധൂർത്തന്മാരായിരുന്നു. ഫ്രാൻസിൽ നിലവിലിരുന്ന ഭരണ സമ്പ്രദായത്തിന് കീഴിൽ ജനങ്ങളുടെ സ്ഥിതി എങ്ങനെയായിരുന്നു എന്ന് നോക്കാം. ഫ്രാൻസിൽ 10-ൽ 9 പേരും പട്ടിണി കണ്ട് മരിച്ചപ്പോൾ 10ാമത്തെയാൾ അജീർണം അഥവാ ദഹനക്കേട് ബാധിച്ചാണ് മരിച്ചത്. ഫ്രാൻസിലെ ഭൂരിഭാഗം ജനങ്ങളും ദുരിതത്തിലായിരുന്നുവെന്നും ഭരണാധികാരികൾ ഉൾപ്പെട്ട ന്യൂനപക്ഷ ആഡംബരവും ധൂർത്തും നിറഞ്ഞ ജീവിതമാണ് നയിച്ചതെന്നും ഇതിൽ നിന്നും മനസ്സിലാക്കാം. ഫ്രാൻസിൽ നിലനിന്ന സാമൂഹിക സാമ്പത്തിക അസമത്വങ്ങളായിരുന്നു ഈ അവസ്ഥ സൃഷ്ടിച്ചത്. ഫ്രഞ്ച് സമൂഹത്തെ 3 തട്ടുകളായി തിരിച്ചിരുന്നു. അവ എസ്റ്റേറ്റുകൾ എന്നാണ് അറിയപ്പെട്ടത്. 3 എസ്റ്റേറ്റുകളായി വിഭജിക്കപ്പെടുന്ന ഫ്രഞ്ച് സമൂഹത്തെ കൂടുതൽ വിവരങ്ങൾ താഴത്തെ ചാർട്ടിലുണ്ട്. ഇപ്പോൾ ഫ്രഞ്ച് സമൂഹത്തിൽ 1ാമത്തെ എസ്റ്റേറ്റിൽ പുരോഹിതന്മാരായിരുന്നു. ധാരാളം ഭൂപ്രദേശം അവർ കയ്യിൽ വെച്ചിരുന്നു. കർഷകരിൽ തിഥ എന്ന പേരിലുള്ള നികുതി പിരിച്ചു. അപ്പോൾ അവർ കർഷകരിൽ നിന്ന് നികുതി പിരിച്ചിരുന്നു. എല്ലാത്തരം നികുതികളിൽ നിന്ന് ഈ പുരോഹിതന്മാർ ഒഴിവാക്കപ്പെട്ടിരുന്നു. ഭരണത്തിലെയും സൈന്യത്തിലെയും ഉയർന്ന പദവികൾ ലഭിച്ചിരുന്നത് ഈ പുരോഹിതന്മാർക്കാണ്. അടുത്ത 2ാമത്തെ എസ്റ്റേറ്റിൽ പ്രഭുക്കന്മാർ സൈനിക സേവനം നടത്തിയവരാണ് ഇവർ. കർഷകരിൽ നിന്ന് ഇവരും പലതരം നികുതികൾ പിരിച്ചു. വേതനം നൽകാതെ കർഷകരെ കൊണ്ട് പണിയും എടുപ്പിച്ചു. നികുതികളിൽ നിന്ന് ഒഴിവാക്കപ്പെട്ടിരുന്നു. ആഡംബര ജീവിതം നയിച്ചു. വിശാലമായ ഭൂപ്രദേശം അവർക്കും കൈവശം വയ്ക്കാനുണ്ടായിരുന്നു. അടുത്ത 3ാമത്തെ എസ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ സാധാരണക്കാരായിരുന്നു. കച്ചവടക്കാർ, എഴുത്തുകാർ, അഭിഭാഷകർ, ഉദ്യോഗസ്ഥർ, അധ്യാപകർ, ബാങ്കർമാർ എന്നിവരടങ്ങിയ മധ്യമവർഗം. കർഷകർ, കൈത്തൊഴിലുകാർ എന്നിവരൊക്കെ ഇതിലുണ്ടായിരുന്നു. ഭരണത്തിൽ ഒരവകാശവുമില്ല. തൈലെ എന്ന പേരുള്ള ഭൂനികുതി സർക്കാരിന് നൽകണം. താഴ്ന്ന സാമൂഹിക പദവി പ്രഭുക്കന്മാർക്കും പുരോഹിതന്മാർക്കും നികുതി നൽകണം. അപ്പോൾ ഇതൊക്കെയായിരുന്നു ഈ 3 എസ്റ്റേറ്റുകളുടെയും പ്രത്യേകതകളും. അപ്പോൾ ഇതൊക്കെ കാണുമ്പോൾ തന്നെ അറിയാം ഫ്രാൻസിൽ ഉയർന്ന സാമൂഹിക പദവിയും അവകാശങ്ങളും
ആഡംബര ജീവിതമൊക്കെ നയിച്ചിരുന്ന 1ഉം 2ഉം എസ്റ്റേറ്റിലൊക്കെ ഉള്ളവരായിരുന്നു. ഏറ്റവും കൂടുതൽ ജനവിഭാഗങ്ങൾ പക്ഷേ എന്നാൽ 3ാമത്തെ എസ്റ്റേറ്റിലായിരുന്നു. എന്നാൽ ജനങ്ങളെ ചൂഷണം ചെയ്ത് സമ്പത്ത് കൈവശപ്പെടുത്തിയത് 2ാമത്തെ എസ്റ്റേറ്റിലുള്ളവരായിരുന്നു. ഫ്രാൻസിൽ നിലനിന്ന അസമത്വങ്ങളെയും ചൂഷണങ്ങളെയും കുറിച്ച് ജനങ്ങളെ ബോധവാന്മാരാക്കുന്നതിനും അക്കാലത്തെ ചിന്തകരും ആരാധകരും ചിന്താധാരകളും പ്രധാന പങ്കുവഹിച്ചു. അതിൽ വോൾട്ടയർ പുരോഹിതന്മാരുടെ ചൂഷണത്തെ പരിഹസിച്ചു. യുക്തിചിന്ത, സമത്വം, മനുഷ്യസ്നേഹം എന്നിവ അദ്ദേഹം പ്രോത്സാഹിപ്പിച്ചു. റൂസോ സ്വതന്ത്രമായി ജനിക്കുന്ന മനുഷ്യൻ എവിടെയും ചങ്ങലകളിലല്ല എന്ന് അദ്ദേഹം പ്രസ്താവനയിലൂടെ സ്വാതന്ത്ര്യത്തിലൂടെ പ്രാധാന്യം വ്യക്തമാക്കി. ഭരണാധികാരികളല്ല, ജനങ്ങളാണ് പരമാധികാരിയെന്ന് അദ്ദേഹം പ്രഖ്യാപിച്ചു. അടുത്ത മോണ്ടസ്ക്യൂ ജനാധിപത്യത്തെയും റിപ്പബ്ലിക്കിനെയും പ്രോത്സാഹിപ്പിച്ചു. ഗവൺമെൻറ്റിൻ്റെ നിയമനിർമ്മാണം, കാര്യനിർവഹണം, നീതിന്യായം എന്നീ വിഭാഗങ്ങളായി തിരിക്കണമെന്ന് വാദിച്ചു. 3ാം എസ്റ്റേറ്റ് ഫ്രാൻസിലെ ബൂർബൻ രാജാക്കന്മാർ, പുരോഹിതർ, പ്രഭുക്കന്മാർ തുടങ്ങിയവർ നയിച്ച ആഡംബര ജീവിതം, ധൂർത്ത്, യുദ്ധങ്ങൾ എന്നിവയും തുടർച്ചയായ വരൾച്ചയും കൃഷിനാശവും ഫ്രാൻസിൻ്റെ സാമ്പത്തിക സ്ഥിതി അതീവ ഗുരുതരമാക്കി. അമേരിക്കൻ സ്വാതന്ത്ര്യ സമരത്തിൽ കോളനികളെ സമ്പത്തും സൈന്യവും നൽകി ഫ്രാൻസിലെ ഭരണാധികാരികൾ സഹായിച്ചതും സാമ്പത്തിക പ്രതിസന്ധി രൂക്ഷമാക്കി. ജനങ്ങളുടെ മേൽ പുതിയ നികുതികൾ ചുമത്തുന്നതിനായി 1789 ചക്രവർത്തി ലൂയി 16 ജനപ്രതിനിധി സഭയായ സ്റ്റേറ്റ്സ് ജനറൽ വിളിച്ചു ചേർത്തു. ഫ്രഞ്ച് സമൂഹത്തെ പോലെ സ്റ്റേറ്റ് ജനറലിന് 3 എസ്റ്റേറ്റുകൾ ഉണ്ടായിരുന്നു. ഓരോ എസ്റ്റേറ്റിലും ഓരോ വോട്ട് മതിയെന്നും ഓരോ അംഗത്തിനും ഓരോ വോട്ട് വേണ്ട എന്നും രാജാവിനെ അനുകൂലിക്കുന്ന ആദ്യത്തെ 2 എസ്റ്റേറ്റുകൾ വാദിച്ചു. എന്നാൽ 3 എസ്റ്റേറ്റുകളിലെയും ഓരോ അംഗത്തിനും ഓരോ വോട്ട് തന്നെ വേണമെന്നായിരുന്നു കോമൺസ് എന്നറിയപ്പെട്ട 3ാമത്തെ എസ്റ്റേറ്റിൻ്റെ ആവശ്യം. വോട്ട് ചെയ്യുന്നതിലെ തർക്കം തുടരവേ 3ാമത്തെ എസ്റ്റേറ്റിലെ അംഗങ്ങൾ തങ്ങളാണ് ഫ്രാൻസിലെ ദേശീയ അസംബ്ലി എന്നും പ്രഖ്യാപിച്ചു. അവർ അടുത്തുള്ള ഒരു ടെന്നീസ് കോർട്ടിൽ സമ്മേളിച്ചു. ഫ്രാൻസിനായി ഒരു ഭരണഘടന തയ്യാറാക്കിയ ശേഷം മാത്രമേ പിരിയുകയുള്ളൂ എന്നവർ പ്രതിജ്ഞ ചെയ്തു. ഇത് ടെന്നീസ് കോർട്ട് പ്രതിജ്ഞ എന്നറിയപ്പെട്ടു. അപ്പോൾ ടെന്നീസ് കോർട്ട് പ്രതിജ്ഞ ഫ്രഞ്ച് വിപ്ലവവുമായി ബന്ധപ്പെട്ടാണ്. അവർക്കൊരു ഭരണഘടന തയ്യാറാക്കുന്നതിന് വേണ്ടിയിട്ട് അവർ ചെയ്ത ഒരു കാര്യമാണ് ടെന്നീസ് കോർട്ട് പ്രതിജ്ഞ. ബോസ്റ്റൺ ടീ പാർട്ടി അമേരിക്കൻ സ്വാതന്ത്ര്യ സമരത്തിൻ്റെത്. അടുത്ത 1789 ജൂലൈ 14 സ്വാതന്ത്ര്യം, സമത്വം, സാഹോദര്യം എന്നീ മുദ്രാവാക്യങ്ങൾ മുഴക്കിക്കൊണ്ട് വിപ്ലവകാരികൾ ബൂർബൻ രാജവാഴ്ചയുടെ പ്രതീകമായിരുന്ന ബാസ്റ്റൽ ജയിൽ തകർത്തു. ഇതിനെ ഫ്രഞ്ച് വിപ്ലവത്തിൻ്റെ ആരംഭമായി കണക്കാക്കാം. 1789 ജൂലൈ 14 ബാസ്റ്റൽ ജയിൽ തകർക്കുന്നത്. 1789 ആഗസ്റ്റ് 12 ദേശീയ അസംബ്ലി മനുഷ്യാവകാശ പ്രഖ്യാപനം നടത്തി. 1789 ഓഗസ്റ്റ് 12 ഒരു ദേശീയ മനുഷ്യാവകാശ പ്രഖ്യാപനം നടത്തി. 1789 ഒക്ടോബറിൽ പാരീസ് നഗരത്തിലെ ആയിരക്കണക്കിന് സ്ത്രീകൾ ഭക്ഷണം വേണമെന്ന മുദ്രാവാക്യവുമായി വേഴ്സായ് കൊട്ടാരത്തിലേക്ക് പ്രകടനം നടത്തി. 1792 സെപ്റ്റംബർ പുതുതായി രൂപീകരിച്ച ഭരണഘടനയനുസരിച്ച് തിരഞ്ഞെടുക്കപ്പെട്ട ദേശീയ കൺവെൻഷൻ ഫ്രാൻസിനെ ഒരു റിപ്പബ്ലിക്കായി പ്രഖ്യാപിച്ചു. ഭീകരവാഴ്ച 1793 ജൂലൈയിൽ ഫ്രാൻസിൻ്റെ ആഭ്യന്തര കാര്യങ്ങൾ നിയന്ത്രിക്കുന്നതിനായി റോബിസ്പിയറുടെ നേതൃത്വത്തിൽ ഒരു പൊതുസുരക്ഷാ കമ്മിറ്റി രൂപീകരിച്ചു. മിറാബോ, ഡാൻഡൻ തുടങ്ങിയ ഇതിലെ അംഗങ്ങളായിരുന്നു ശത്രുക്കളെന്ന് തോന്നി എല്ലാവരെയും അവർ ഗില്ലറ്റിൻ എന്ന യന്ത്രം ഉപയോഗിച്ച് നിഷ്കരണം വധിച്ചു. നിരവധി പ്രഭുക്കന്മാരും പുരോഹിതന്മാരും ഇതിന് ഇരയായി. ലൂയി 16 ഭാര്യ മേരി അന്റോയിനറ്റും ഗില്ലറ്റിൽ ഇരയായവരും ഉൾപ്പെടുന്നു. ഫ്രാൻസിൽ നിന്നും മറ്റിടങ്ങളിലേക്ക്. ഫ്രാൻസ് സുമ്മിയാൽ യൂറോപ്പിനാകെ ജലദോഷം പിടിക്കും. നല്ല ക്യാപ്ഷനാണല്ലേ. ഫ്രഞ്ച് വിപ്ലവത്തിൻ്റെ സ്വാധീനത്തെക്കുറിച്ച് ഓസ്ട്രിയൻ ഭരണാധികാരിയായ മറ്റാനിക് പറഞ്ഞ വാചകമാണിത്. ഫ്രഞ്ച് വിപ്ലവവും ഇന്ത്യയും. ലോകത്താകമാനം സ്വാധീനം ചെലുത്തിയ ഫ്രഞ്ച് വിപ്ലവം മൈസൂരിലെ ഭരണാധികാരിയായിരുന്ന ടിപ്പു സുൽത്താനെയും സ്വാധീനിച്ചു. ബ്രിട്ടീഷ് സാമ്രാജ്യത്തിനെതിരായി പോരാടാനുള്ള ഒരു തന്ത്രമായി ടിപ്പു ഫ്രഞ്ചുകാരുള്ള സഖ്യത്തെ കണക്കാക്കി. പൗരനായ ടിപ്പു എന്ന പേര് സ്വീകരിച്ച അദ്ദേഹം ഫ്രഞ്ച് വിപ്ലവത്തിൻ്റെ ഓർമ്മയ്ക്ക് തൻ്റെ തലസ്ഥാനമായ ശ്രീരംഗപട്ടണത്ത് സ്വാതന്ത്ര്യത്തിൻ്റെ മരം
അതായത് ട്രീ ഓഫ് ലിബർട്ടി നടുകയും ഫ്രഞ്ച് ക്ലബ്ബായ ജാക്കോബിനിൽ അംഗമാവുകയും ചെയ്തു. ഇനി അവർ തയ്യാറാക്കിയ മനുഷ്യാവകാശ പ്രഖ്യാപനത്തിൻ്റെ ചില വാചകങ്ങളാണ് ഇവിടെ ഈ പടത്തിൽ കൊടുത്തിരിക്കുന്നത്. സ്വതന്ത്രമായി ജനിക്കുന്ന മനുഷ്യൻ തുല്യ അവകാശങ്ങളുടെ സ്വതന്ത്രനായി ജീവിക്കുന്നു. എല്ലാ രാഷ്ട്രീയ കൂട്ടായ്മകളുടെയും ലക്ഷ്യം മനുഷ്യൻ്റെ സ്വാഭാവികവും അവിഭാജ്യമായ അവകാശങ്ങൾ സംരക്ഷിക്കുക എന്നാണ്. അവ സ്വാതന്ത്ര്യം, സ്വത്ത്, സുരക്ഷിതത്വം, അടിച്ചമർത്തലുകളെ ചെറുക്കൽ എന്നിവയ്ക്കുള്ള അവകാശമാണ്. എല്ലാ പരമാധികാരവും രാഷ്ട്രത്തിൽ കുടികൊള്ളുന്നു. മറ്റുള്ളവർക്ക് ഹാനികരമല്ലാത്ത പ്രവർത്തനങ്ങൾ നടത്താനുള്ള അധികാരമാണ് സ്വാതന്ത്ര്യത്തിനുള്ളത്. സമൂഹത്തിന് ഹാനികരമാവുന്ന പ്രവർത്തനങ്ങളെ വിലക്കാനുള്ള അവകാശം മാത്രമേ നിയമത്തിനുള്ളൂ. അടുത്തത് റൂസോയും മനുഷ്യാവകാശ പ്രഖ്യാപനം. ഫ്രഞ്ച് ചിന്തകനായ റൂസോയുടെ ആശയങ്ങളാണ് ദേശീയ അസംബ്ലി തയ്യാറാക്കിയ മനുഷ്യാവകാശ പ്രഖ്യാപനത്തിൽ പ്രതിഫലിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ പ്രശസ്തമായ ഗ്രന്ഥമാണ് സോഷ്യൽ കോൺട്രാക്റ്റ്. ഭരിക്കുന്നവരും ഭരിക്കപ്പെടുന്നവരും തമ്മിലുള്ള ഒരു സാമൂഹിക ഉടമ്പടിയുടെ ഫലമാണ് ഭരണകൂടം എന്ന് അദ്ദേഹം അഭിപ്രായപ്പെട്ടു. അടുത്തത് ഫ്രഞ്ച് വിപ്ലവവുമായി ബന്ധപ്പെട്ട് നെപ്പോളിയൻ. മഹത്തായ ലക്ഷ്യങ്ങൾക്കായി വിപ്ലവം നടത്തിയ ഫ്രഞ്ച് ജനതയ്ക്ക് കുറച്ചുകാലം നെപ്പോളിയൻ ബോണപ്പാർട്ടിൻ്റെ ഏകാധിപത്യ ഭരണത്തിൽ കീഴിൽ കഴിയേണ്ടി വന്നു. ഫ്രഞ്ച് വിപ്ലവാനന്തരം ബ്രിട്ടൻ്റെ നേതൃത്വത്തിൽ ഫ്രാൻസിനെതിരായി രൂപീകരിക്കപ്പെട്ട യൂറോപ്യന്മാരെ സഖ്യത്തെ നേരിട്ട് വിജയം വരിക്കുന്നതിൽ സുപ്രധാന പങ്കുവഹിച്ചത് നെപ്പോളിയനായിരുന്നു. 1799 അദ്ദേഹം ഫ്രാൻസിൻ്റെ അധികാരം പിടിച്ചെടുത്തു. ഒരു ഏകാധിപതിയായിരുന്നെങ്കിലും നിരവധി പരിഷ്കാരങ്ങൾ അദ്ദേഹം നടപ്പിലാക്കി. ഫ്രഞ്ച് വിപ്ലവം മുന്നോട്ട് വച്ച ചില ആശയങ്ങളും ലക്ഷ്യങ്ങളുമായിരുന്നു ഈ പരിഷ്കാരത്തിന് പ്രചോദനമായി. അവ ഏതൊക്കെയാണെന്ന് നോക്കാം. കർഷകരെ ഭൂമിയുടെ ഉടമകളാക്കി. പൊതുകടം ഇല്ലാതാക്കാൻ സിങ്കിങ് ഫണ്ട് എന്ന പേരിൽ ഒരു പ്രത്യേക ഫണ്ട് രൂപീകരിച്ചു. ഗതാഗത പുരോഗതിക്കായി നിരവധി റോഡുകൾ നിർമ്മിച്ചു. പുരോഹിതന്മാരുടെ മേൽ രാജ്യത്തിൻ്റെ നിയന്ത്രണം ഏർപ്പെടുത്തി. സാമ്പത്തിക പ്രവർത്തനങ്ങൾക്കായി ബാങ്ക് ഓഫ് ഫ്രാൻസ് സ്ഥാപിച്ചു. നിലവിലുള്ള നിയമങ്ങൾ ക്രോഡീകരിച്ച് ഒരു പുതിയ നിയമസംഹിതയുണ്ടാക്കി. നെപ്പോളിയൻ്റെ കാലഘട്ടത്തിൽ ഫ്രാൻസിൽ ദേശീയത ശക്തിപ്പെട്ടു. യൂറോപ്യൻ രാജ്യങ്ങളെ ഒന്നൊന്നായി ആക്രമിച്ച നെപ്പോളിയൻ്റെ പരിഷ്കാരങ്ങൾ യൂറോപ്പിലാകമാനം വ്യാപിക്കുമോ എന്ന് മറ്റു യൂറോപ്യൻ രാജ്യങ്ങളെ ഭയപ്പെട്ടു. ഇംഗ്ലണ്ടിൻ്റെ നേതൃത്വത്തിൽ അവർ സംഘടിച്ചു. നെപ്പോളിയനല്ല, ഫ്രഞ്ച് വിപ്ലവത്തിൻ്റെ ആശയങ്ങളെയാണ് അവർ ഭയപ്പെട്ടത്. 1815 നടന്ന വാട്ടർലൂ യുദ്ധത്തിൽ യൂറോപ്യൻ സഖ്യസൈന്യത്തോട് പരാജയപ്പെട്ട നെപ്പോളിയന് അധികാരവും നഷ്ടപ്പെട്ടു. ഫ്രഞ്ച് വിപ്ലവം മുന്നോട്ട് വച്ച ആശയങ്ങൾ മധ്യവർഗത്തിൻ്റെ ഉയർച്ച, ഫ്യൂഡലിസത്തിൻ്റെ അന്ത്യം, ദേശീയത എന്നിവയൊക്കെയായിരുന്നു. അടുത്തത് ലാറ്റിൻ അമേരിക്കൻ വിപ്ലവം. അതിൽ പാബ്ലോ നെരൂദയുടെ മാച്ചു പിച്ചുവിൻ്റെ ഉയരങ്ങൾ എന്ന കൃതിയിലെ ഒരു വാചകം കൊടുത്തിട്ടുണ്ട്. അതൊന്ന് വായിച്ചു നോക്കണം കേട്ടോ. നെക്സ്റ്റ്, തെക്കേ അമേരിക്കയിലെ പ്രാചീന സംസ്കാരത്തിൻ്റെ കേന്ദ്രങ്ങളിലൊന്നായ മാച്ചു പിച്ചുവിൽ കണ്ട വിവരങ്ങളാണ് ലാറ്റിൻ അമേരിക്കൻ കവി പാബ്ലോ നെരൂദ വിവരിക്കുന്നത്. ഈ വിവരണത്തിൽ നാം കണ്ടത് വിഭവങ്ങളുടെ സമൃദ്ധി, ചോളകൃഷി ഉണ്ടായിരുന്നു, ചെമ്മരിയാടുകളെ വളർത്തിയിരുന്നു, വ്യാപാരത്തിലൂടെ സമ്പത്ത് നേടിയിരുന്നു. ഈ സാമ്പത്തിക അഭിവൃദ്ധിയെ ചൂഷണം ചെയ്താണ് സ്പെയിൻകാരും പോർച്ചുഗീസുകാരും ലാറ്റിൻ അമേരിക്കയെ കോളനികളാക്കിയത്. കോളനി ഭരണം ജനജീവിതത്തെ എങ്ങനെയെല്ലാമാണ് ബാധിച്ചതെന്ന് നോക്കാം. അപ്പോൾ അതിൻ്റെ ഇട സൈഡിലായിട്ട് മാച്ചു പിച്ചുവിൻ്റെ പടം കൊടുത്തിട്ടുണ്ട്. പെറുവിലാണ് കേട്ടോ, അത് ഓർത്ത് വച്ചേക്കാം. സ്പെയിൻകാരും പോർച്ചുഗീസുകാരും തങ്ങളുടെ ഭാഷയും മതവും ആചാരവും അവിടെ പ്രചരിപ്പിച്ചു. സ്പാനിഷ് ശൈലിയിൽ വീടുകളും ദേവാലയങ്ങളും നിർമ്മിക്കുകയും വിദ്യാലയങ്ങൾ സ്ഥാപിക്കുകയും ചെയ്തു. സ്പാനിഷ് കൃഷി രീതികളും കൃഷിവിളകളും കോളനികളിൽ നടപ്പിലാക്കി. യൂറോപ്യന്മാരിൽ നിന്ന് പുതിയ രോഗങ്ങൾ ലാറ്റിൻ അമേരിക്കൻ ജനതയിലേക്ക് പകർന്നു. എല്ലാ രംഗങ്ങളിലും വംശീയ വിവേചനം പുലർത്തി ലാറ്റിൻ അമേരിക്കൻ ജനതയുടെ സമ്പത്തും വിഭവവും കൊള്ളയടിച്ചു. കോളനിക്കാരെ അടിമകളെപ്പോലെ പണിയെടുപ്പിച്ചു. ജോസേ ഡി സാൻ മാർട്ടിൻ, ഫ്രാൻസിസ്കോ മിറാണ്ട, സൈമൺ ബൊളിവർ എന്നിവരുടെ നേതൃത്വത്തിലുണ്ടായ വിപ്ലവത്തിലൂടെ ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങൾ സ്വതന്ത്രമാവാൻ തുടങ്ങി. നെക്സ്റ്റ്, റഷ്യൻ വിപ്ലവം. റഷ്യൻ വിപ്ലവത്തെക്കുറിച്ചും ആദ്യം ഒരു റൈറ്റപ്പ് ഉള്ളത് മാക്സിം ഗോർക്കിയുടെ അമ്മ എന്ന കൃതിയിലാണ്. ലോകപ്രശസ്ത റഷ്യൻ സാഹിത്യകാരനാണ് മാക്സിം ഗോർക്കി. അപ്പോൾ അദ്ദേഹത്തിൻ്റെ കഥ അമ്മ എന്ന നോവലിലെ കുറച്ച് ഭാഗങ്ങളാണ് കൊടുത്തിരിക്കുന്നത്. അതിൽ പ്രധാനമായും സ്വകാര്യ സ്വത്തുടമ സമ്പ്രദായം അവസാനിപ്പിക്കണം, എല്ലാവരും അധ്വാനിക്കണം, അങ്ങനെയുള്ള ആശയങ്ങളാണ് പറഞ്ഞിരുന്നത്.
ഇത്ര ആവശ്യങ്ങൾ ഉന്നയിക്കാൻ അവരെ പ്രേരിപ്പിച്ച ഘടകങ്ങൾ എന്ന് പറഞ്ഞാൽ റഷ്യ ഭരിച്ചിരുന്ന സാർ ചക്രവർത്തിമാരുടെ ഏകാധിപത്യത്തിനു കീഴിൽ കർഷകരും ഫാക്ടറി തൊഴിലാളികളും ദുരിതപൂർണമായ ജീവിതമാണ് നയിച്ചത്. റഷ്യയുടെ കാർഷിക മേഖലയിലെ കുറഞ്ഞ ഉൽപ്പാദനം കർഷകരുടെ വരുമാനത്തെ ബാധിച്ചു. കൂടാതെ ഭൂരഹിതരായ അവർ നികുതി ഭാരവും വഹിക്കേണ്ടി വന്നു. അതുപോലെ പ്രകൃതി വിഭവങ്ങളുടെ സമ്പന്നമായിരുന്ന റഷ്യയുടെ വ്യാവസായികോൽപാദനം തുച്ഛമായിരുന്നു. ഉള്ള വ്യവസായം ഭൂരിഭാഗവും വിദേശികളാണ് നിയന്ത്രിച്ചിരുന്നത്. കാൾ മാർക്സും ഫ്രെഡറിക് ഏംഗൽസും ആവിഷ്കരിച്ച മാർക്സിസ്റ്റ് ആശയങ്ങൾ തൊഴിലാളികൾക്ക് ആവേശം പകർന്നു. മുതലാളിമാർ നിയന്ത്രിക്കുന്ന ഉൽപ്പാദന വ്യവസ്ഥയ്ക്ക് പകരം തൊഴിലാളികളുടെ ആധിപത്യം സ്ഥാപിക്കാൻ അവർ ആഹ്വാനം ചെയ്തു. തൊഴിലാളികളുടെ ദുരിതങ്ങൾക്ക് അവർ പരിഹാരം കാണാനായി തൊഴിലാളി സംഘടനകൾ രൂപീകരിച്ചു. മാർക്സിസ്റ്റ് ആശയങ്ങൾ അധിഷ്ഠിതമായ സോഷ്യൽ ഡെമോക്രാറ്റിക് വർക്കേഴ്സ് പാർട്ടി രൂപം കൊണ്ടു. ഈ പാർട്ടി പിന്നീട് മെൻഷെവിക്കുകൾ എന്നും ബോൾഷെവിക്കുകൾ എന്നും രണ്ടായി പിരിഞ്ഞു. ന്യൂനപക്ഷം, ഭൂരിപക്ഷം. ലെനിൻ, ട്രോട്സ്കി തുടങ്ങിയവർ ബോൾഷെവിക് പാർട്ടിക്ക് നേതൃത്വം നൽകിയപ്പോൾ അലക്സാണ്ടർ കെരൻസ്കിയാണ് മെൻഷെവിക്കുകൾക്ക് നേതൃത്വം നൽകിയത്. 1905 നടന്ന റഷ്യ-ജപ്പാൻ യുദ്ധത്തിൽ റഷ്യക്കേറ്റ പ്രതിസന്ധി രൂക്ഷമാക്കി. രാഷ്ട്രീയ അവകാശങ്ങളും സാമ്പത്തിക പരിഷ്കാരങ്ങളും ആവശ്യപ്പെട്ട തൊഴിലാളികൾ പെട്രോഗ്രാഡ് എന്ന സ്ഥലത്ത് 1905 ജനുവരി 9 പ്രകടനം നടത്തി. ഇതിനു നേരെ പട്ടാളം വെടിവെച്ചു. നൂറുകണക്കിന് തൊഴിലാളികൾ കൊല്ലപ്പെട്ട ഈ സംഭവം രക്തരൂക്ഷിതമായ ഞായറാഴ്ച എന്നറിയപ്പെട്ടു. സമരങ്ങൾ നടത്താനായി ഈ കാലഘട്ടത്തിൽ തൊഴിലാളികളുടെ സംഘങ്ങൾ റഷ്യയിലെമ്പാടും രൂപീകരിച്ചു. ഇവ സോവിയറ്റുകൾ എന്നറിയപ്പെട്ടു. സമരം ശക്തമായതിനെ തുടർന്ന് ദ്യൂമ എന്ന നിയമനിർമ്മാണ സഭ രൂപീകരിക്കാൻ ചക്രവർത്തി നിർബന്ധിതനായി. 1914 ഒന്നാം ലോക യുദ്ധം ആരംഭിച്ചതോടെ ദ്യൂമയുടെ എതിർപ്പിനെ അവഗണിച്ച് സാർ ചക്രവർത്തി നിക്കോളാസ് രണ്ടാമൻ യുദ്ധത്തിൽ പങ്കെടുക്കാൻ തീരുമാനിച്ചു. അനേകം റഷ്യൻ സൈനികർ ഇതിൽ കൊല്ലപ്പെട്ടു. 1917 ആയപ്പോഴും ഭക്ഷ്യദൗർലഭ്യം രൂക്ഷമായി. മാർച്ച് 8 ആയിരക്കണക്കിന് സ്ത്രീകൾ റൊട്ടിക്കു വേണ്ടി തെരുവീഥികൾ പ്രകടനം നടത്തി. പെട്രോഗ്രാഡ് പട്ടണത്തിൽ തൊഴിലാളികൾ പ്രതിഷേധ പ്രകടനങ്ങളും നടത്തി. സൈനികർ ആദ്യം ഈ പ്രകടനങ്ങളെ നേരിട്ടെങ്കിലും പിന്നീട് അവരും തൊഴിലാളികൾക്കൊപ്പം ചേർന്നു. ഒന്നാം ലോക മഹായുദ്ധത്തിൽ തങ്ങൾ അനുഭവിച്ച ദുരിതങ്ങളാണ് സൈനികരെ പ്രധാനമായും ഇതിന് പ്രേരിപ്പിച്ചത്. പെട്രോഗ്രാഡ് പട്ടണം തൊഴിലാളികൾ പിടിച്ചെടുത്തു. തുടർന്ന് നിക്കോളാസ് രണ്ടാമൻ സ്ഥാനമൊഴിയുകയും റഷ്യയിൽ മെൻഷെവിക് നേതാവായ അലക്സാണ്ടർ കെരൻസ്കിയുടെ നേതൃത്വത്തിൽ ഒരു താൽക്കാലിക ഗവൺമെൻറ് നിലവിൽ വരികയും ചെയ്തു. ഇത് ഫെബ്രുവരി വിപ്ലവം എന്നറിയപ്പെട്ടു. റഷ്യൻ കലണ്ടർ അന്താരാഷ്ട്ര കലണ്ടറിനേക്കാൾ പിറകിനായതിനാൽ മാർച്ചിൽ നടന്ന വിപ്ലവം ഫെബ്രുവരി വിപ്ലവം എന്നാണ് അറിയപ്പെട്ടത്. അപ്പോൾ ഒരു കലണ്ടർ തമ്മിലുള്ള വ്യത്യാസം. മാർക്സിസത്തെക്കുറിച്ച് ഒരു ചെറിയ നോട്ട് കൊടുത്തിട്ടുണ്ട്, ഒന്ന് വായിച്ചോണേ. താൽക്കാലിക ഗവൺമെൻറ്റിനെ റഷ്യയിലെ സോവിയറ്റുകൾ ഒരു വിഭാഗം അംഗീകരിച്ചില്ല. ഈ സമയം സ്വിറ്റ്സർലൻഡിൽ കഴിയുകയായിരുന്ന വ്ളാഡിമിർ ലെനിൻ റഷ്യയിലെത്തി. താൽക്കാലിക ഗവൺമെൻറ്റിനെ ശക്തമായി എതിർത്തു. വിപ്ലവം അതിൻ്റെ ലക്ഷ്യം നേടണമെങ്കിൽ അധികാരം മുഴുവൻ സോവിയറ്റുകൾക്ക് കൈമാറണമെന്ന് അദ്ദേഹം ആവശ്യപ്പെട്ടു. ബോൾഷെവിക്കുകളും സോവിയറ്റുകളും ലെനിൻ്റെ നിലപാടിനെ പിന്തുണച്ചു. നൂറ്റാണ്ടുകൾ പഴക്കമുള്ള സാമ്പത്തിക പിന്നോക്കാവസ്ഥയും ജനങ്ങൾക്കിടയിലെ അസമത്വവും ഇല്ലാതാക്കാൻ ഒരു തൊഴിലാളി വർഗ ഭരണകൂടത്തിന് മാത്രമേ കഴിയുകയുള്ളൂവെന്ന് ബോൾഷെവിക്കുകൾ പ്രചരിപ്പിച്ചു. ഒന്നാം ലോക യുദ്ധത്തിൽ റഷ്യ പിന്മാറുക, പ്രഭുക്കന്മാരുടെ കൈവശമുള്ള ഭൂമി പിടിച്ചെടുത്ത് കർഷകർക്ക് വിതരണം ചെയ്യുക, ഫാക്ടറികൾ ജനങ്ങളുടെ പൊതു സ്വത്തായി മാറ്റുക. 1917 ഒക്ടോബറിൽ ബോൾഷെവിക്കുകൾ താൽക്കാലിക ഗവൺമെൻറ്റിൻ്റേതായി സായുധ കലാപം ആരംഭിച്ചു. കെരൻസ്കി രാജ്യം വിട്ടു പോവുകയും റഷ്യ ബോൾഷെവിക്കുകളുടെ നിയന്ത്രണത്തിലാവുകയും ചെയ്തു. ബോൾഷെവിക്കുകൾ അധികാരം ലഭിച്ച ഈ സംഭവം ഒക്ടോബർ വിപ്ലവം എന്നറിയപ്പെട്ടു. റഷ്യൻ കലണ്ടർ പ്രകാരമാണ്. തുടർന്ന് സോവിയറ്റുകളുടെ സമ്മേളനം ചേർന്ന് ലെനിൻ അധ്യക്ഷനായ ഒരു ക്യാബിനറ്റിന് രൂപം നൽകി. റഷ്യൻ വിപ്ലവത്തിൻ്റെ ഫലങ്ങൾ എന്തൊക്കെയാണ്? ഒന്നാം ലോക യുദ്ധത്തിൽ നിന്ന് റഷ്യ പിന്മാറി ഭൂമി പിടിച്ചെടുത്ത് കർഷകർക്ക് വിതരണം ചെയ്തു. പൊതു ഉടമസ്ഥതയ്ക്ക് പ്രാധാന്യം കൊടുത്തു. കേന്ദ്രീകൃത ആസൂത്രണം നടപ്പിലാക്കി. സാമ്പത്തിക, ശാസ്ത്ര, സാങ്കേതിക രംഗങ്ങൾ പുരോഗതി കൈവരിച്ചു. 1924 പുതിയ ഭരണഘടന നിലവിൽ വന്നു. സോവിയറ്റ് റിപ്പബ്ലിക്കുകൾ കൂടിച്ചേർന്ന് സോവിയറ്റ് യൂണിയൻ രൂപീകരിക്കപ്പെട്ടു. ലോകത്തിലെ വിവിധ ഭാഗങ്ങളിൽ സോഷ്യലിസ്റ്റ് ആശയങ്ങൾ വ്യാപകമായി. ചൈനീസ് വിപ്ലവം.
വിദേശാധിപത്യത്തിനും രാജവാഴ്ചയ്ക്കും എതിരായ വിപ്ലവങ്ങൾക്ക് 20-ാം നൂറ്റാണ്ടിൽ ചൈന സാക്ഷ്യം വഹിച്ചു. ലോകത്തിൻ്റെ മറ്റു ഭാഗങ്ങളിൽ നടപ്പിലാക്കിയതിൽ നിന്ന് വ്യത്യസ്തമായ രണ്ട് നയങ്ങൾ യൂറോപ്യൻ രാഷ്ട്രങ്ങളോ അമേരിക്ക ഉൾപ്പെട്ട കൊളോണിയൽ ശക്തികൾ ചൈനയിൽ സ്വീകരിച്ചു. അവ കറുപ്പ് വ്യാപാരവും തുറന്ന വാതിൽ നയവുമായിരുന്നു. അവ എന്തൊക്കെയാണെന്ന് നോക്കാം. ചൈനീസ് ഉൽപ്പന്നങ്ങളായ പട്ട്, തേയില, മൺപാത്രങ്ങൾ എന്നിവയ്ക്ക് യൂറോപ്പിൽ വളരെയധികം ജനപ്രീതിയുണ്ടായിരുന്നു. ഇവയുടെ കയറ്റുമതിയിലൂടെ ചൈന വൻതോതിൽ ലാഭം നേടി. എന്നാൽ ചൈനയിലേക്ക് ഇറക്കുമതി ഇല്ലാത്തതിനാൽ യൂറോപ്യൻ വ്യാപാരികൾക്ക് നഷ്ടം സംഭവിച്ചു. ഇത് പരിഹരിക്കാനായി ഇംഗ്ലീഷ് വ്യാപാരികൾ ചൈനയിലേക്ക് ലഹരി പദാർത്ഥമായ കറുപ്പ് ഇറക്കുമതി ചെയ്തു. ഇത് ചൈനയുടെ വ്യാപാരത്തെയും ഇതിൻ്റെ ഉപയോഗം ചൈനീസ് ജനതയുടെ മാനസിക നിലയെയും പ്രതികൂലമായി ബാധിച്ചു. ഇതോടെ സാമ്പത്തികമായും മാനസികമായും ചൈനക്കാർ അടിമത്തത്തിലായി. തുറന്ന വാതിൽ നയം. 19-ാം നൂറ്റാണ്ടിൻ്റെ അവസാനമാകുമ്പോൾ നിരവധി യൂറോപ്യൻ രാജ്യങ്ങൾ ചൈനയിൽ വ്യാപാര ആനുകൂല്യങ്ങൾ കരസ്ഥമാക്കി. എന്നാൽ ഈ സമയത്ത് ചൈനയിൽ ശ്രദ്ധിക്കാൻ കഴിയാതിരുന്ന അമേരിക്കയ്ക്ക് ഈ ആനുകൂല്യങ്ങൾ ലഭിച്ചില്ല. തുടർന്ന് അമേരിക്കൻ സ്റ്റേറ്റ് സെക്രട്ടറി ജോൺ ഹേയ് പ്രഖ്യാപിച്ച നയമാണ് തുറന്ന വാതിൽ നയം. ഈ നിയമം അനുസരിച്ച് ചൈനയുടെ കമ്പോളങ്ങൾ എല്ലാ രാജ്യങ്ങളിലും തുല്യ അവകാശങ്ങളും അവസരവും ഉണ്ടെന്ന് അമേരിക്ക വാദിച്ചു. ചൈന വിവിധ രാജ്യങ്ങളുടെ സ്വാധീന മേഖലകളായി വിഭജിക്കപ്പെട്ടു. അമേരിക്കയ്ക്ക് ചൈനയിൽ ഇടപെടാൻ അവസരമൊരുക്കുക എന്നായിരുന്നു ഈ നയത്തിൻ്റെ ലക്ഷ്യം. ചൈന ഭരിച്ചിരുന്ന മഞ്ചു രാജവംശം വിദേശ ഇടപെടലും ആധിപത്യത്തിലും അനുകൂലമായ നിലപാടാണ് സ്വീകരിച്ചത്. ചൈനയിൽ പ്രവർത്തിച്ചിരുന്ന ചില രഹസ്യ സംഘടനകൾ ഇതിനെതിരെ 1900-ൽ കലാപം സംഘടിപ്പിച്ചു. ബോക്സർമാരുടെ മുഷ്ടിയായിരുന്നു അവരുടെ മുദ്ര. ഇത് ബോക്സർ കലാപം എന്നറിയപ്പെട്ടു. പരാജയപ്പെട്ടെങ്കിലും പിൽക്കാല വിപ്ലവങ്ങൾക്ക് ബോക്സർ കലാപം ശക്തി പകർന്നു. 1911-ൽ സൺ യാറ്റ്-സെന്റെ നേതൃത്വത്തിൽ മഞ്ചു രാജഭരണത്തിനെതിരായി ചൈനയിൽ വിപ്ലവം നടന്നു. ഇത് ചൈനയിൽ രാജവാഴ്ചയ്ക്ക് അന്ത്യം കുറിച്ചു. തുടർന്ന് ദക്ഷിണ ചൈനയിൽ സൺ യാറ്റ്-സെന്റെ നേതൃത്വത്തിൽ കുമിന്താങ് പാർട്ടി ഒരു റിപ്പബ്ലിക് ഭരണം സ്ഥാപിച്ചു. സൺ യാറ്റ്-സെൻ ദേശീയത, ജനാധിപത്യം, സോഷ്യലിസം എന്നീ 3 ആശയങ്ങൾക്ക് പ്രാധാന്യവും നൽകി. പടിഞ്ഞാറൻ രാഷ്ട്രങ്ങളുടെ സമത്വം വേണമെന്നാവശ്യപ്പെട്ട് സൺ യാറ്റ്-സെൻ ചൈനയുമായി വിദേശികൾ ഒപ്പിട്ട അന്യായമായ ഉടമ്പടികൾ റദ്ദാക്കാൻ തീരുമാനിച്ചു. കൃഷിയുടെയും വ്യവസായത്തിൻ്റെയും പുരോഗതിക്ക് ആവശ്യമായ നടപടികൾ കുമിന്താങ് റിപ്പബ്ലിക് സ്വീകരിച്ചു. റഷ്യയുടെ സഹായം വിവിധ മേഖലകളിൽ ചൈനയ്ക്ക് ലഭിക്കുകയും ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി രൂപീകൃതമാവുകയും ചെയ്തു. ആദ്യകാലങ്ങളിൽ കുമിന്താങ്ങുകളും കമ്മ്യൂണിസ്റ്റുകളും തമ്മിൽ സഹകരിച്ചാണ് മുന്നോട്ട് പോയത്. എന്നാൽ സൺ യാറ്റ്-സെന്റെ മരണത്തെ തുടർന്ന് ചിയാങ് കൈഷക് ഭരണത്തിൻ്റെ തലവനായി വന്നതോടെ ഈ സഹകരണം ഇല്ലാതായി. റിപ്പബ്ലിക് ജനകീയമാകുന്നു. ചിയാങ് കൈഷക് ചൈനയിൽ സൈനിക ഏകാധിപത്യത്തിന് തുടക്കം കുറിച്ചു. കമ്മ്യൂണിസ്റ്റുകളുമായുള്ള സഹകരണം ഉപേക്ഷിച്ച് അദ്ദേഹം അമേരിക്കയടക്കമുള്ള വിദേശ ശക്തികൾക്ക് ചൈനയിൽ യഥേഷ്ടം ഇടപെടാൻ അവസരമൊരുക്കി. ചൈനയുടെ കൽക്കരി, ഇരുമ്പ് വ്യവസായങ്ങൾ, ബാങ്കിംഗ്, വിദേശ വ്യാപാരം തുടങ്ങിയ മേഖലകളെല്ലാം നിയന്ത്രിച്ചിരുന്നത് വിദേശ രാജ്യങ്ങളായിരുന്നു. ചിയാങ് കൈഷക്കിൻ്റെ നയങ്ങളെ കമ്മ്യൂണിസ്റ്റുകാർ എതിർത്തതിനെ തുടർന്ന് അവരെ ക്രൂരമായി നേരിട്ടു. ഈ സമയം ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതാവായി മാവോ സേതുങ് ഉയർന്നു വന്നു. 1934-ൽ കമ്മ്യൂണിസ്റ്റുകൾ മാവോയുടെ നേതൃത്വത്തിൽ തെക്കൻ ചൈനയിലെ കിയാങ്സിൽ നിന്ന് ഒരു യാത്ര ആരംഭിച്ചു. നിരവധി പ്രതിബന്ധങ്ങൾ തരണം ചെയ്തുകൊണ്ടുള്ള അതിസാഹസികമായ ഈ യാത്ര വടക്കു പടിഞ്ഞാറ് യനാനിൽ നിന്നും അവസാനിച്ചു. യാത്രയിലുടനീളം ധാരാളം കൃഷിഭൂമിയും അനേകം ഗ്രാമങ്ങളും പ്രഭുക്കന്മാരിൽ നിന്ന് പിടിച്ചെടുത്ത് കർഷകർക്ക് നൽകി. ഏകദേശം 12,000 കിലോമീറ്റർ സഞ്ചരിച്ച ഈ യാത്ര ലോങ് മാർച്ച് എന്നറിയപ്പെടുന്നു. തൽഫലമായി വിദേശാധിപത്യത്തിനെതിരായ ചൈനീസ് ജനതയുടെ പോരാട്ടത്തിൻ്റെ പ്രതീകമായി കമ്മ്യൂണിസ്റ്റുകളും മാവോ സേതുങ്ങും മാറി. അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിലുള്ള ചുവപ്പ് സേന കുമിന്താങ് ഭരണത്തിൻ്റെ കേന്ദ്രം കൈക്കലാക്കിയതിനെ തുടർന്ന് ചിയാങ് കൈഷക് തായ്വാനിൽ രാഷ്ട്രീയ സ്വയം തേടി. 1949 ഒക്ടോബർ 1 ചൈന മാവോ സേതുങ്ങിൻ്റെ നേതൃത്വത്തിൽ ജനകീയ ചൈന റിപ്പബ്ലിക്കായി. അപ്പോൾ ഇത്രയൊക്കെയാണ് ഈ ചാപ്റ്ററിലുള്ളത്. ഇനി ലോകത്തെ മാറ്റിമറിച്ച വിപ്ലവങ്ങൾ, അതിൽ വന്ന കാര്യങ്ങളൊക്കെ ഒരു കോളത്തിൽ കൊടുത്തിരിക്കുന്നതാണ്. പിന്നെ തുടർ പ്രവർത്തനങ്ങൾ, ഇത്രയുമാണ് ഈ ഒരു ചാപ്റ്ററിലുള്ളത്. താങ്ക് യു.